ഇവിടെ പലരും വരും, പല സാധനങ്ങളും കൊണ്ടുവരും. ഞാനതൊക്കെ വാങ്ങിയെന്നും വരും. ദയവ് ചെയ്ത് നീ അതൊന്നും വേണ്ടെന്നും പറഞ്ഞ് കലക്കരുത്. നീ ചമത്തോ എന്നാ ഉക്കാരേ. டாக்டர் என்ன சொன்னா? இப்ப உடம்பு எப்படி இருக்கு? ഒരുമാതിരി നല്ല ഇരിക്കുന്നെന്ന് ചൊല്ലി. அப்படியா கண்ணா, உனக்கு ஏதாவது வேணும்னா நம்ம டாக்டர் சரியா இல்ல? அதான் நம்ம டாக்டர் சரியா, அவர்கிட்ட ஒரு வார்த்தை சொன்னா போறோம். என் ஹஸ்பண்டுக்கு ரொம்ப வேண்டியவர், ஏது வேணும்னாலும் எல்லாம் ரூமுக்கே வந்துடும். ஏங்க கண்ணே, இந்த ரூமுக்குள்ள தனியா உட்கார்ந்திருக்கியே, நோக்கு போர் அடிக்காதோ? என் ஹவுஸ் இங்க பக்கத்துலதான் இருக்கு. நீ ஒரு போன் பண்ணேனா போறோம், நான் காரை எடுத்துட்டு ஓடி வந்துருவேன். என் நம்பர் தெரியுமா நோக்கு? 444840. சொல்லு, 444840. புரிஞ்சுதா? சும்மா அப்படி சுத்தினா போறோம், ഓടി வந்துരുவேன். അമ്മ പറഞ്ഞത് ശരിയാ. നിനക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തിറങ്ങി നടന്നുകൂടെ? ഇവിടെ തന്നെ കുത്തിയിരുന്നാലോ? ഒരു ഫോൺ കാളുണ്ട്. யாருக்கு போனே? ആർക്കാണെന്ന് അറിയില്ല, ഈ റൂമിലേക്കാ. നീ ചെന്നൊന്ന് അറ്റൻഡ് ചെല്ലേ. என்ன பயமா? ஒண்ணும் பயப்படாத, நான் இருக்கேன். பயப்படாத, தைரியமா இரு, நான் போயிட்டு வந்துடுறேன். வா வா வா. നമ്മുടെ അമ്മാക്കണ്ണല്ലേ, ചെല്ലേ. நீ ஒண்ணும் பயப்படாத, தைரியமா இரு, நான் இருக்கேன்ல. நான் எப்ப பாரு தனியா தான் போவேன், தனியா தான் வருவேன். இந்த பாரு, இந்த ரூம் தான். என்ன போனா லோக்கலா ட்ரங்கானா? யாருக்கு? மிஸ்ஸஸ் உன்னிகிருஷ்ணன் யாரு? ഞാനാണ്. ഒരു കാൾ இருக்கு. ഹലോ. വെറുതെ വിളിച്ചതാ, വിശേഷം വല്ലതും ഉണ്ടോന്നറിയാൻ. മരുന്ന് വല്ലതും വാങ്ങാനുണ്ടോ വിളിയെന്ന്? ഇങ്ങനെ മൂളിയാ പോരാ, ചോദിക്കാൻ മറുപടി പറയൂ. ഇന്നെന്നെ പേടിക്കുന്ന എന്തിന്? നമ്മൾ എത്രയോ അകലങ്ങളിലായിപ്പോയി. വെറും ഒരു നാട്ടുകാരനാണെന്ന് കരുതിയാൽ മതി. നോ, ഇല്ലില്ല, കുത്തുവാക്കല്ല. നമ്മളിനി അങ്ങനെ കരുതാവൂ. അത്രയെങ്കിലും സാമാന്യബോധം എനിക്ക് വേണ്ടേ? ഹലോ ഹലോ. என்ன பேசியாச்சா? யாரு போன்ல? വിഷ്ണു. யாரு? மகாவிஷ்ணுவா? വിഷ്ണു ഏട്ടന്റെ. ஓ, அந்த கண்ணனா? சரி சரி, வரேன்னு சொன்னானா? ரைட் ரைட். நீ இதுக்கெல்லாம் பயப்படவே கூடாது. எப்ப பார்த்தாலும் சிரிச்சுட்டே இருக்கணும். உங்க ஆத்துக்காரர் உன்னை பார்த்தா பயந்துக்க மாட்டாரோ? இப்படித்தான் எங்க ஆத்துக்காரர் ஒரு நாள் இப்படிதான் திடீர்னு தலை சுத்தி கீழே விழுந்துட்ட. நாங்கெல்லாம் பயந்தே போயிட்டோம். அப்புறம் எல்லாருமா சேர்ந்து அவரை தூக்கின்னு போய் பெட்ல போட்டா. അടുത്തില பார்த்தா ഒന്നുമേ ഇല്ല. സ്മോക്കിംഗ് തീരെ നല്ലതല്ല. പരിപൂർണമായും അത് അവോയ്ഡ് ചെയ്യണം. ഡോക്ടർ, ഇത് പറയുമ്പോഴെങ്കിലും ചുണ്ടത്തുനിന്ന് എടുത്തുകൂടെ? സോറി, ഈ വൈദ്യനും വാദ്യാർക്കും ഒക്കെ അടിയും കടിയും ഏക്കില്ലെന്നല്ലേ പ്രമാണം. പിന്നെ മേജർ, നമുക്ക് ഒരു തറോ ചെക്കപ്പ് നടത്തണം. ഈ ബ്ലഡും യൂറിനും മോഷനും ഒക്കെ ടെസ്റ്റ് ചെയ്യണം. ECG, റെഗുലർ ഇന്റൽസ് നോക്കാം. പിന്നെ പ്രഷർ, സോ ഫാർ ഇറ്റ് ഈസ് നോർമൽ. എങ്കിലും നമ്മൾ സൂക്ഷിക്കണം. എക്സ്ക്യൂസ് മീ സിസ്റ്റർ, ജസ്റ്റ് എ മിനിറ്റ്. നമസ്കാരം സാർ. സൗഖ്യമാ? സൗഖ്യം സൗഖ്യം. ഡോക്ടർ അകത്ത് ചെക്കപ്പ് ചെയ്യാണ്. அப்படியா? சரி. മെന്റൽ ടെൻഷൻ പാടില്ല. അതിലും പ്രധാനപ്പെട്ട കാര്യം ബോഡി എക്സർഷൻ ഒരു തരത്തിലും ഉണ്ടാകാൻ പാടില്ല. ഞാൻ പറഞ്ഞത് മേജറിന് മനസ്സിലായോ? ഓ യെസ്, അതൊക്കെ നിർത്തിയിട്ട് ഒരുപാട് നാളായി ഡോക്ടറെ.
ഇനി അഥവാ ഞാൻ വിചാരിച്ചാലും എന്റെ ശ്രീമതി സമ്മതിക്കുകയല്ല. പുള്ളിക്കാരത്തി ഡോക്ടറെ കളി സ്ട്രിക്റ്റാ. സിസ്റ്റർ. യെസ് ഡോക്ടർ. മിസ്സസ് നായർ വന്നു. മിസ്സസ് നായർ വരൂ. പുള്ളിക്കാരനെ സൂക്ഷിച്ചോണം. സിഗരറ്റും ലിക്കറും കർശനമായി നിരോധിച്ചേക്കണം. എത്ര പറഞ്ഞാലും കേൾക്കില്ല. നല്ല തല്ലു കൊടുക്കണം. டாக்டர் கண்ணா பாத்தீங்களா? உடம்பு சரியில்லையா? நல்லா செக்கப் பண்ணீங்களா? பையன் நமக்கு ரொம்ப வேண்டப்பட்ட பையன். நல்லா செக்கப் பண்ணணும். எப்படி கண்ணா இருக்க? ഒരുമാതിരി നല്ല ഇരിക്കമ്മ. പിന്നെ മനസ്സിലായില്ലല്ലോ ആരാ? எனக்கு தெரியல. சிங்கப்பட்டி கிருஷ்ணசாமியர் கேள்விப்பட்டிருக்கீங்களா? ஓ, மவுண்ட் ரோட்ல சொன்ன. சொர்ணக்கடை மட்டும் இல்ல, ஜவுளி கடையும் வச்சிருக்காரு. அவருடைய ஒரே ஒரு வாய் நான் தான், சொர்ணாம்பாள். ഞാൻ വരട്ടെ. டாக்டருக்கு வயசாகி போச்சு, கண்ணு தெரியல. என்ன நல்லா தெரியும். கண்ணா, உனக்கு ஏதாவது வேணும்னா சொல்லு, என் ஹவுஸ்ல இருந்து நான் கொடுத்து அனுப்புறேன். என்ன வேணும்? അതിനിപ്പോ എന്തോ ചെയ്യ മുടിയും അമ്മ. ഈ തണ്ണി ശാപ്പാടുണ്ടല്ലോ, അത് ശാപ്പിടക്കൂടാതെന്ന് ചൊല്ലിയിരിക്കേ. நல்ல ஃபாரின் ட்ரிங்க்ஸ் கொஞ்சமா வேணா சாப்பிடலாம். என் ஹஸ்பண்ட் நல்லா சாப்பிடுவாரு. எனக்கு கூட ராத்திரியில கொஞ்சமா கொடுப்பாரு, நான் சாப்பிடுவேன். வெக்கமா இருக்கு. അമ്മു, ആ സിഗരറ്റ് എവിടെ? ഞാൻ എടുത്തു കളഞ്ഞു. ഒരു സിഗരറ്റ് ഇപ്പൊ വേണമല്ലോ. ഇപ്പൊ ഡോക്ടർ എന്താ പറഞ്ഞിട്ട് പോയത്? എന്താ പറഞ്ഞു? എന്നോടൊന്നും പറഞ്ഞില്ല. ഒന്നും പറഞ്ഞില്ലേ? എന്നോടൊന്നും പറഞ്ഞില്ല. പിന്നെ ശ്രീമതിയോട് പറഞ്ഞു, പുകവലിക്കരുത്, കള്ളു കുടിക്കരുത്, പിന്നെ ശരീരമനങ്ങി ചെയ്യാവുന്നതൊന്നും ചെയ്യരുത്. കളിക്കുക. പ്രായം എത്ര ആയല്ലോ, എന്നിട്ടും കൊച്ചു കുട്ടികളെ പോലെ. അമ്മൂന് കുട്ടികളില്ലാത്ത ദുഃഖം ഞാനായിട്ടെങ്കിലും തീർക്കണ്ടേ? ഞാനേ അമ്മൂന്റെ കുട്ടിയാണെന്ന് വിചാരിച്ചോ? ശരി, എന്നാ ഇനി സിഗരറ്റ് ചോദിക്കോ? അയ്യോ ഇല്ലേ, ഇനിയും ചോദിക്കുകയല്ലേ. മല്ലിപ്പൂ, ഇങ്ങോട്ട് വരൂ. ഒരു മുഴം മുല്ലപ്പൂ വേണം. സാരൊക്കെ എടുത്തു പോ. അമ്മ കാണാമേ. ആണുങ്ങൾക്ക് പൂ കൊടുക്കില്ലേ? കൊടുക്കണമേ. மல்லிப்பூ, 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 மல்லிப்பூ. എവിടെ എന്റെ ശ്രീമതി? ഓ, തുണിയൊക്കെ പിന്നെ തിരുമാടൂ.
താനൊന്നിങ്ങോട്ട് വന്നേ. ആ ഉം. അമ്മ